2 ശമൂവേൽ 22:37 ഞാൻ കാലടി വെക്കേണ്ടതിന് നീ വിശാലത വരുത്തി, എന്റെ നരിയാണികൾ വഴുതിപ്പോയിരുന്നില്ല. ദാവീദ് പറയുന്നു, ശത്രുവിന്റെ കയ്യിൽ നീ എന്നെ ഏൽപ്പിച്ചിട്ടില്ല, എന്റെ കാലുകളെ നീ വിശാല സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു. അവൻ എന്റെ കാലുകളെ മാൻപേടക്കാർക്ക് തുല്യമാക്കി, എന്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു. നമ്മുടെ വഴികളിൽ തടസ്സമില്ലാതാക്കുന്നവൻ. വചനം പറയുന്നു, അവൻ തന്റെ ദൂതനെ മുൻപായി അയച്ച് ദുർഘടങ്ങൾ നിരപ്പാക്കും. പ്രതിസന്ധികളിൽ ആശ്വാസമാണെന്ന് ഞാൻ നദി പോലെ സമാധാനം നൽകുന്നവനെന്ന് തിരുവചനം പറയുന്നു. പത്രോസ് കർത്താവിന്റെ അടുക്കൽ വരാൻ വെള്ളത്തിന്മീതെ നടക്കുവാൻ തുടങ്ങി. പക്ഷെ മുൻപിലുള്ള പ്രതിസന്ധികൾ കണ്ടപ്പോൾ പത്രോസ് ഭയന്ന് താഴാൻ തുടങ്ങി. കർത്താവെ രക്ഷിക്കണമെന്ന് നിലവിളിക്കുമ്പോൾ കൈ നീട്ടി അവനെ താങ്ങി നിർത്തി. വിശ്വാസത്തോടെ കാൽ വെച്ചാൽ വഴി തുറന്നു തരും. ഭയം മൂലം കാലിടറുമ്പോൾ അവൻ നമ്മെ വീഴാതെ താങ്ങി നിർത്തും. ദൈവാലയ ഗോപുരത്തിൽ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്നവനെ കണ്ടപ്പോൾ യോഹന്നാനും പത്രോസും പറഞ്ഞു, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ നടക്ക എന്ന്. പത്രോസ് അവനെ വലം കൈക്ക് പിടിച്ചു, എഴുന്നേൽപ്പിച്ചു. ഉടൻ അവന്റെ കാലുകളും നരിയാണിയും ഉറച്ചു. കർത്താവിന്റെ നാമം ബലമുള്ള ഗോപുരമാണ്. അവന്റെ നാമത്തിൽ വിളിച്ചപേക്ഷിച്ചാൽ അവൻ വിടുവിക്കുന്നവനാ. ഏത് ഞെരുക്കത്തിലായിരുന്നാലും സംശയിക്കാതെ കർത്താവിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. അവൻ വിശാലത വരുത്തും. നടക്കുമ്പോൾ കാലുകൾക്ക് ഇടുക്കം വരികയില്ല, ഓടുമ്പോൾ നീ ഇടറുകയില്ല. ബലമില്ലാത്തവന് ബലം നൽകുന്നവൻ, അവൻ നമ്മെ സഹായിക്കും. ഏവരിലും കർത്താവിന്റെ ദയയും കരുണയാലും വഴി നടത്തുവാൻ ഇടയാകട്ടെ. ആമേൻ.